നമസ്കാരം, ഞാൻ ഡോക്ടർ അനിൽ. പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. കാലടി സംസ്കൃത സർവകലാശാലയുടെ 2025 അക്കാഡമിക് ഇയറിൽ ആരംഭിക്കുന്ന വിവിധ ബിരുദ അതുപോലെ ഡിപ്ലോമ പ്രോഗ്രാമുകളിലേക്കുള്ള ഓൺലൈൻ അപേക്ഷ ഇപ്പോൾ ക്ഷണിച്ചിട്ടുണ്ട്. താല്പര്യമുള്ളവർക്ക് ഇതിലേക്ക് ഓൺലൈനായിട്ട് അപേക്ഷിക്കാനായിട്ട് കഴിയും. 2025 ജൂൺ 8 വരെയാണ് അപേക്ഷിക്കാനായിട്ട് കഴിയുക. ഇതേക്കുറിച്ചുള്ള കൂടുതൽ കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നത്. കാര്യങ്ങളൊക്കെ നിങ്ങൾ പൂർണ്ണമായിട്ടും മനസ്സിലാക്കാനായിട്ട് വീഡിയോ മുഴുവനായിട്ട് കാണുക. അതുപോലെ നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. നമുക്ക് ഇതിന്റെ വിശദാംശങ്ങൾ പരിശോധിച്ച് നോക്കാം. അതായത് കാലടി സംസ്കൃത സർവകലാശാലയുടെ കാലടിയുള്ള മുഖ്യ ക്യാമ്പസിലും വിവിധ പ്രാദേശിക ക്യാമ്പസുകളിൽ നടത്തുന്ന ബാച്ചലർ ബിരുദ പ്രോഗ്രാംസ് അതുപോലെ ഡിപ്ലോമ പ്രോഗ്രാംസിലേക്കുള്ള പ്രവേശനത്തിനാണ് ഇപ്പോൾ ഓൺലൈനായിട്ട് അപേക്ഷിച്ചിരിക്കുന്നത്. www.ssus.ac.in എന്നുള്ള സർവകലാശാല വെബ്സൈറ്റിൽ നിങ്ങൾക്ക് അതിന്റെ പ്രോസ്പെക്ടസ് ഡൗൺലോഡ് എടുക്കാൻ പറ്റും. ഇതേ സൈറ്റിൽ കൂടി തന്നെ നിങ്ങൾ ഓൺലൈനായിട്ട് 2025 ജൂൺ 8 വരെ അപേക്ഷിക്കാൻ കഴിയുന്ന കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി നമുക്ക് 4 വർഷ ബിരുദ പ്രോഗ്രാമുകൾ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഒന്നാമത് BA ഓണേഴ്സ് ആണ്. അത് സംസ്കൃതത്തിന് സാഹിത്യം, വേദാന്തം, വ്യാകരണം, ന്യായം, ജനറൽ എന്നിങ്ങനെ 5 വിഭാഗങ്ങളുണ്ട്. അതുകൂടാതെ സംഗീതം, നൃത്തം, അത് ഭരതനാട്യം, മോഹിനിയാട്ടം 2 ഇംഗ്ലീഷ്, മലയാളം, ഹിന്ദി, ഹിസ്റ്ററി, ഉറുദു, ഫിലോസഫി എന്നീ സബ്ജക്റ്റുകളാണ് 4 വർഷ ബിരുദ പ്രോഗ്രാംസിലുള്ളത്. അതുകൂടാതെ BSW പ്രോഗ്രാംസ് ഉണ്ട്. സോഷ്യൽ വർക്കുമായിട്ട് ബന്ധപ്പെട്ട പ്രോഗ്രാം. അത് 3 വിധത്തിലുള്ള പ്രോഗ്രാംസ്. ഒന്ന് 3 വർഷം കൊണ്ടുള്ള ബിരുദം, 4 വർഷ ഓണേഴ്സ് ബിരുദം, 4 വർഷ ഓണേഴ്സ് വിത്ത് റിസർച്ച്, അങ്ങനെ 3 തരത്തിലുള്ള ബിരുദ പ്രോഗ്രാംസ് ഉണ്ട്. അതിലേക്ക് താല്പര്യമുള്ളവർക്ക് 3 വർഷത്തിന് ശേഷം എക്സിറ്റ് ചെയ്യാനുള്ള അവസരം, 3 വർഷം ബിരുദം നേടി പുറത്തു പോകാനുള്ള അവസരം ഉണ്ടെന്ന കാര്യം മനസ്സിലാക്കുക. വിവിധ പ്രാദേശിക ക്യാമ്പസുകൾ തിരുവനന്തപുരം, പന്മന, തിരൂർ, കൊയിലാണ്ടി, പയ്യന്നൂർ, ഏറ്റുമാനൂർ എന്നിവരാണ് മെയിൻ ക്യാമ്പസാണ് കാലടിയിലുള്ളത്. അപ്പോൾ ഓരോ സീറ്റും ഓരോ സെന്ററുകളിലും ഏതൊക്കെയാണ് കോഴ്സുകളുള്ളത്, ഏതൊക്കെ സീറ്റുകളാണ്, ഡീറ്റെയിൽസ് എല്ലാം പ്രോസ്പെക്ടസിൽ ലഭ്യമാണ്. അപ്പോൾ നിങ്ങൾ ആ പ്രോസ്പെക്ടസ് നിങ്ങൾ ഈ സൈറ്റിൽ നിന്ന് ഡൗൺലോഡ് ചെയ്തെടുക്കുക. www.ssus.ac.in എന്നുള്ള സർവകലാശാല വെബ്സൈറ്റിൽ നിന്ന് ഡൗൺലോഡ് എടുക്കാൻ പറ്റും. അതേപോലെ സംസ്കൃത വിഷയങ്ങൾ മേജറായിട്ട് പഠിക്കുന്ന ബിരുദ വിദ്യാർത്ഥികൾക്ക് പ്രതിമാസം 500 രൂപ സ്കോളർഷിപ്പ് ലഭിക്കുന്നതായിരിക്കും. ബി ഗ്രേഡെങ്കിലും നേടിക്കഴിഞ്ഞാൽ 3-ാമത്തെ വർഷം മുതൽ 1000 രൂപയായിട്ട് മാറും എന്ന കാര്യം കൂടി ഓർത്തിരിക്കുക. അതുപോലെ +2 അല്ലെങ്കിൽ തത്തുല്യമായ യോഗ്യതയുള്ളവർക്ക് ഇതിലേക്ക് അപേക്ഷിക്കാനായിട്ട് കഴിയും. എന്നാൽ ഭരതനാട്യം, മോഹിനിയാട്ടം, സംഗീതം എന്നിവ മുഖ്യ വിഷയമായിട്ടുള്ള ബിരുദ പ്രോഗ്രാമുകളിലേക്ക് സെലക്ഷന് വേണ്ടി +2വിനോടൊപ്പം അഭിരുചിയും കൂടി പരിഗണിച്ചായിരിക്കും സെലക്ഷൻ എന്ന കാര്യം മനസ്സിലാക്കുക. ഇതിലേക്ക് 2025 ജനുവരി 1 23 വയസ്സ് കഴിയാൻ പാടില്ല എന്ന കാര്യം കൂടി ഓർത്തിരിക്കുക. പട്ടിക വിഭാഗ ഇതിനൊക്കെ അപേക്ഷിക്കുക ഫീസ് 50 രൂപയാണ് അപേക്ഷ ഫീസ്. എന്നാൽ പട്ടിക വിഭാഗക്കാർക്ക് 25 രൂപ മതിയാവും. അതുപോലെ ഏജ് പറയുകയാണെങ്കിൽ ജനറൽ കാൻഡിഡേറ്റ്സ് 23 വയസ്സാണെങ്കിൽ SC/ST-കാരായിട്ടുള്ളവർക്ക് 25 വയസ്സിലുള്ളവർക്ക് അപേക്ഷിക്കാൻ കഴിയും എന്ന കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. ഓരോ പ്രോഗ്രാമിനുമാണ് 50 രൂപ എന്ന കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. SC/ST-കാരാണെങ്കിൽ 25 രൂപ. അടുത്ത കോഴ്സ് ബാച്ചലർ ഓഫ് ഫൈൻ ആർട്സ് ആണ്. അത് 4 വർഷ ബിരുദ പ്രോഗ്രാംസ് ആണ്. അതിലേക്ക് എലക്റ്റീവായിട്ട് പ്രോഗ്രാമിൽ ഈ BFA പ്രോഗ്രാം, ബാച്ചലർ ഓഫ് ഫൈൻ ആർട്സ് പ്രോഗ്രാമിൽ പെയിന്റിംഗ്, മ്യൂറൽ പെയിന്റിംഗ്, സ്കൾപ്ചർ എന്നിവ സ്പെഷ്യലൈസ് ചെയ്യാനുള്ള അവസരമുണ്ട്. ഇതിനെ അടിസ്ഥാന യോഗ്യത +2 അല്ലെങ്കിൽ തത്തുല്യമായ യോഗ്യതയുള്ളവർക്കാണ് അപേക്ഷിക്കാൻ കഴിയുക. എന്നാൽ അഭിരുചി കൂടി പരിഗണിച്ചായിരിക്കും ഫൈനൽ സെലക്ഷൻ എന്ന കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. ഇതിലേക്ക് 2025 ജൂൺ 1 22 വയസ്സ് കഴിയാൻ പാടില്ല എന്ന കാര്യം കൂടി ഓർത്തിരിക്കുക. 3-ാമത്തെ പ്രോഗ്രാം പഞ്ചകർമ്മ ഡിപ്ലോമ ആണ്. അത് ഏറ്റുമാനൂരുള്ള പ്രാദേശിക സർവകലാശാല പ്രാദേശിക കേന്ദ്രത്തിൽ നടത്തുന്നത്. ഈ കോഴ്സ് 1 വർഷം നീണ്ടു നിൽക്കുന്ന ഡിപ്ലോമ ഇൻ ആയുർവേദ പഞ്ചകർമ്മ ആൻഡ് ഇന്റർനാഷണൽ സ്പാ തെറാപ്പി എന്നുള്ള കോഴ്സാണ്. ഈ പ്രോഗ്രാമിലേക്ക് +2 അല്ലെങ്കിൽ തത്തുല്യമായ യോഗ്യതയുള്ളവർക്ക് അപേക്ഷിക്കാൻ കഴിയും. ഇതിലേക്ക് 2025 മെയ് 22 17 മുതൽ 30 വയസ്സിലുള്ളവർക്ക് അപേക്ഷിക്കാൻ കഴിയും. +2 പാസ്സായതോടൊപ്പം ശാരീരിക ക്ഷമതയും അതേപോലെ ഇന്റർവ്യൂവിന്റെ അടിസ്ഥാനത്തിലായിരിക്കും ഫൈനൽ സെലക്ഷൻ കാര്യം മനസ്സിലാക്കുക. ഒന്നുകൂടി ഞാൻ പറയുന്നത്, വെബ്സൈറ്റ് www.ssus.ac.in എന്നുള്ള സൈറ്റാണ്. ഈ സൈറ്റ് വഴി നിങ്ങൾക്ക് 2025 ജൂൺ 8 വരെ ഈ പ്രോഗ്രാംസിലേക്ക് എല്ലാം അപേക്ഷിക്കാൻ കഴിയും. ആദ്യമായി നിങ്ങൾ പ്രോസ്പെക്ടസ് ഡൗൺലോഡ് എടുക്കുക. കാരണം കൂടുതൽ പ്രാദേശിക സെന്ററുകളും കോഴ്സുകളും ഉള്ളതുകൊണ്ട് എല്ലാം പറയുന്ന സമയം കൂടി എടുക്കുന്നതിനാൽ ഓരോ സെന്ററിലെയും ഡീറ്റെയിൽസ് നിങ്ങൾക്ക് പ്രോസ്പെക്ടസ് മനസ്സിലാക്കാൻ, ഏതൊക്കെ കോഴ്സുകളുള്ളത്, എത്ര സീറ്റുകൾ ഉള്ളത്, എങ്ങനെയാണ് അപേക്ഷിക്കുന്നത്, എല്ലാം കൊടുത്തിട്ടുണ്ട്. മിനിമം കാര്യങ്ങൾ മാത്രമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. വെബ്സൈറ്റ് ഒന്നുകൂടി അറിയാം, www.ssus.ac.in ഉള്ള ശ്രീ ശങ്കരാചാര്യ സംസ്കൃത സർവകലാശാലയുടെ വെബ്സൈറ്റിൽ നിങ്ങൾക്ക് പ്രോസ്പെക്ട് ഡൗൺലോഡ് എടുക്കാൻ പറ്റും. അപേക്ഷിക്കേണ്ട അവസാന തീയതി 2025 ജൂൺ 8 ആണെന്ന കാര്യം ഒരിക്കൽ കൂടി പറയുന്നു. ഇത്രയും നേരം വീഡിയോ പൂർണ്ണമായും രേഖപ്പെടുന്നതോടൊപ്പം ഇനി ഇതുപോലെ ഇൻഫർമേഷൻസ് നിങ്ങൾ ലഭിക്കാൻ നിങ്ങളുടെ ചാനൽ സപ്പോർട്ട് ചെയ്യണം. കൂട്ടുകാർക്ക് ഷെയർ കൊടുക്കാൻ മറക്കരുത്. എല്ലാവർക്കും നല്ല കരിയർ ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു വെരി മച്ച്.